സവാള ഉണ്ട് ഇതിന് മരിയാ സവാളയുടെ നെറ്റുകളെ എൻ്റെ കണ്ണീര് വീണ ചിക്കൻ കറിയാണ്. വെളുത്തുള്ളിയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ വെളുത്തുള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. വലിയ ഇല്ല ഇത് എളുപ്പമാണ് നന്നാക്കാൻ. മടിയന്മാരുടെ വെളുത്തുള്ളി എന്നൊക്കെ നമുക്ക് വിളിക്കാം. എളുപ്പത്തിൽ നന്നാക്കണം. എൻ്റെ ഹസ്ബൻഡ് സ്ട്രഗിളാണ് കേസ്. കരഞ്ഞ് മെഴുകി നിൽക്കുന്നത്. സബോള അരിഞ്ഞരിഞ്ഞ് കരയുന്ന കുട്ടി. ഗൈസ് ടിപ്സ് പറഞ്ഞു കൊടുക്കുക ഗൈസ്. സുഖണ്ടാടാ. നമ്മള് സവോളനി വറുത്തെടുക്കണം. അത്യാവശ്യം വെളിച്ചെണ്ണ കഴിക്കുക. സവോള വറുത്തെടുക്കുക. ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. നമ്മള് 1 കിലോ ചിക്കന് 3 സവോള ഇതുപോലെ കനം കുറച്ച് അരിയുക, അല്ലി വിധിക്കുക. എന്നിട്ട് നമ്മള് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ വറുത്തെടുക്കാൻ പോകണം. വെളിച്ചെണ്ണ ചൂടായിട്ട് അപ്പോൾ നമുക്ക് സവോള വറക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ടാകും. ആരും മേടിക്കുന്നത് ഒന്നും ഉണ്ടായില്ല കാര്യം. വേഗം വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇപ്പോൾ 1 കിലോ ചിക്കൻ ഉണ്ടാവും എടുക്കണം. പിന്നെ നമ്മൾക്ക് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. എടുക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ സബോള ഒരു ഗോൾഡൻ കളറായിട്ട് അധികം ഇവിടെ കരിയണ്ട. ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് വറുത്ത് കോരി എടുക്കാം. നമുക്കത് ചട്ടിക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ കഴുകി നല്ല വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് വെച്ച 1 കിലോ ചിക്കൻ ബോൺലെസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് എടുക്കാം. ബോൺലെസ് എടുത്താൽ നമുക്ക് പണി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി ഒരു 2-3 സ്പൂൺ ഇടുക. ഞങ്ങൾ ചെറിയ സ്പൂണാണ്. നിങ്ങൾ ആവശ്യത്തിന് എന്തായാലും എരിവ് വേണമെന്ന് വെച്ചാൽ അതിനിടുക. മല്ലിപ്പൊടി 1 സ്പൂൺ. കുരുമുളക് പൊടി നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ്. നല്ല എരിവുണ്ടാവും. നമ്മൾ നിങ്ങളുടെ എരിവിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഇടുക. അടുത്തതായി ഗരം മസാല ഒരു 3/4 സ്പൂണോ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇടുക. ഈ ഒരു ഐറ്റം നിങ്ങൾ ഇടാൻ മറക്കരുത്. ഇത് എപ്പോഴും ഞാൻ മറക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെ ആവശ്യത്തിന് ഉപ്പിടുക. 1 സ്പൂൺ ഇടുക. പിന്നെ നമുക്ക് പിന്നെ ആവശ്യം നോക്കിയിട്ട് ഇടാം. നമ്മൾ വറുത്ത് കോരി വെച്ചാണ് സവോള ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. തക്കാളി അരിഞ്ഞ് വെച്ച തക്കാളി ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. 1 കിലോയ്ക്ക് 3 മതിയാവും. തക്കാളി ഇതുപോലെ അരിയുക. ഓക്കെ, ഇനി നമ്മൾ സവോള വറുത്താതെ എണ്ണ ഒത്തിരി ബാക്കിയാകുന്നുണ്ട്. എണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 3 ഇതള് കറിവേപ്പില കഴുകി വൃത്തിയാക്കിയത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് വിനാഗിരി, നാരങ്ങ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. വിനാഗിരി നമ്മൾ ഒഴിക്കുക. ഒരു 3 മുളക് എടുത്തിട്ടുണ്ട്.
നീട്ടത്തിൽ കീറിയുണ്ട്, അതിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യുക. പക്ഷേ കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ ചിലപ്പോൾ കൈ നന്നായിട്ട് എരിയും, അതുകൊണ്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊരു അരമണിക്കൂറിനേക്കാളും കൂടുതൽ വെച്ചാൽ അത്ര നല്ലത്. അരമണിക്കൂർ നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. ഓക്കെ, അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളെ മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞു. മാരിനേറ്റ് ചെയ്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി ചൂടാക്കി അതിലോട്ട് ചിക്കൻ ഇടാം. ചൂടാക്കി ചിക്കൻ ഇടാവുന്നതാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിന് വെള്ളമൊക്കെ ഉണ്ട് ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ഇടുന്ന വേവട്ടെ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ വീണ്ടും തുറന്ന് ഇളക്കി. ഇതാ നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. പക്ഷെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ തീ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അടിയിൽ പിടിക്കാതെ നോക്കണം. നല്ല മണം വരുന്നുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. സൂപ്പർ ടേസ്റ്റാണ്. വായിൽ വെള്ളം വന്നിട്ട് പാടില്ല. ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. അങ്ങനെ ആവി ഇറക്കണം ചിക്കൻ ചുക്ക. ടേസ്റ്റ് നോക്കാം. ചില്ലി ഫ്ലേക്സിൻ്റെ ടേസ്റ്റ് ആയിട്ടില്ല. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മളെ വറുത്തട്ട സബോള ടേസ്റ്റ് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട്. നിങ്ങളെന്താ പറയുന്നുണ്ട്? അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇതിൻ്റെ കൂടെ ഒരു പെഗ് വിസ്കിയോ കുറച്ച് വൈനോ അടിച്ച് കഴിഞ്ഞാൽ സെറ്റ്. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഉണ്ട്, പ്ലേറ്റൊക്കെ ഇങ്ങോട്ട് കാലിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായമൊക്കെ അറിയിക്കുക. ട്രൈ ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും കുറവൊക്കെ പോരായിട്ടുണ്ടെങ്കിൽ അതും പറയാം. നിങ്ങളുടേതായ എക്സ്പെരിമെൻറ്റും ചെയ്യുക. അപ്പോൾ പിന്നത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടാറ്റാ.